السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد ولك الشكر حتى تحب وترضى. الحمد لله الذي جعل كلمة التوحيد لعباده حرزا وحصنا، وجعل البيت العتيق مثابة للناس وأمنا، وأكرمه بالنسبة إلى نفسه تشريفا وتكريما وتحسينا ومنا، وجعل زيارته والطواف به حجابا من العذاب وجنة. لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. اللهم صل وسلم وبارك على سيدنا محمد صلى الله عليه وسلم نبي الرحمة وسيد الأمة، وعلى آله وصحبه قادة الحق وسادة الخلق، سلم تسليما كثيرا. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بك يا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، واتقون يا أولي الألباب. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وثبت في الصحيحين عن أبي هريرة رضي الله تعالى عنه أنه قال: قال رسول الله صلى الله عليه وسلم: العمرة إلى العمرة كفارة لما بينهما، والحج المبرور ليس له جزاء إلا الجنة. صدق رسول الله صلى الله عليه وعلى آله وسلم. يا خير من دفنت بالقاع أعظمه، فطاب من طيبهن القاع والأكم، نفس الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم، أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم، وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. ആദരണീയരായ വേദിയിലെ അധ്യക്ഷർ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ആദരണീയരായ ഹാജിമാരെ, സ്നേഹിതരെ, വിശുദ്ധമായ ഒരു സദസ്സിൽ മഹത്തായ ഒരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ടാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമങ്ങളെ അവൻ പൊരുത്തപ്പെട്ട് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ഹജ്ജ്, ഉംറ, സിയാറത്ത് യാത്ര ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഹജ്ജ് സംബന്ധമായ ഒരു പഠന ക്ലാസ് സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് സാന്ദർഭികവും വളരെ ആവശ്യവുമാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ വന്ന ആളുകൾക്കും അല്ലാത്തവർക്കും ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി ഈ ക്ലാസ് ഉപകരിക്കണമെന്നാണ് ആശിക്കുന്നത്. ഹജ്ജ് സംബന്ധമായ പ്രായോഗിക നടപടി ക്രമങ്ങളും അത് സംബന്ധമായ വിവരങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട വിധത്തിൽ പറയുവാൻ, അത് ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാവർക്കും പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ
അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹജ്ജ് ഉംറ പഠന സംബന്ധമായി ഈ പഴയ പ്രസംഗം നിങ്ങൾ കേൾക്കാൻ ഇടവരുമ്പോൾ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. 25 വർഷം മുൻപ് 1999 ഈ ഹജ്ജ് ഉംറ പഠനം പുറത്തിറങ്ങുന്നത്. സമസ്ത കേരള സുന്നി യുവജന സംഘം 1991 മുതൽ വ്യവസ്ഥാപിതമായി ഹജ്ജ് സംഘത്തെ കേരളത്തിൽ നിന്നും സേവനാടിസ്ഥാനത്തിൽ കൊണ്ടുപോയിരുന്നു. വിനീതനായ എനിക്ക് തുടർച്ചയായ 14 വർഷം അക്കാലത്ത് SYSന്റെ കീഴിൽ ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള മഹത്തായ സൗഭാഗ്യമുണ്ടായി. 800ഉം 1000ഉം 1200 പേരുമൊക്കെ SYS ഹജ്ജ് സെല്ലിന്റെ കീഴിൽ ഓരോ വർഷവും ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്നു. എത്ര ഹജ്ജ് ചെയ്തു, എത്ര കർമ്മം ചെയ്തു, എത്ര ഇൽമ് പഠിപ്പിച്ചു എന്നതിലൊന്നുമല്ല കാര്യം കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു കിട്ടണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് കാര്യങ്ങൾ സ്വീകരിക്കുക. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി. നമ്മുടെ സേവനങ്ങളും കർമ്മങ്ങളും അറിവുമെല്ലാം പ്രയോജനപ്പെടുത്തി സ്വീകരിച്ച് പൊരുത്തപ്പെടട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സ്വാഭാവികമായും 4 നൂറ്റാണ്ട് മുമ്പ് നടത്തിയ ഹജ്ജ് ക്ലാസ് ഇന്നത്തെ സാഹചര്യത്തിൽ പല പ്രായോഗിക വശങ്ങളും മാറിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. ഈ ഹജ്ജ് പഠന ക്ലാസ് നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ എയർപോർട്ടുകളുടെ കാര്യം മുതൽ സംസം കിണറിൻ്റെ, മതാഫിൻ്റെ, ഹറമിൻ്റെ അവിടെ എല്ലാം നടന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമാണ്. പരിഷ്കൃതമായ പുതിയ സമൂഹത്തിന് നിരവധി സൗകര്യ സംവിധാനങ്ങൾ ഇന്നവിടെ ഗവൺമെന്റും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഹജ്ജ് ക്ലാസ് ഒരു പ്രായോഗിക യാത്രാ വിവരണമാണ്. എല്ലാവർക്കും അറിയാം, 14 വർഷത്തോളം SYS ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള ഈ വിനീതനുണ്ടായ അവസരം 3-4 തവണ ഹജ്ജ് പഠന ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് ഹാജിമാർക്ക് വിതരണം ചെയ്തതാണ്. ജിദ്ദയിലെ IDC ഹജ്ജ് പഠന ക്ലാസിന്റെ വീഡിയോ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിലെല്ലാം ഇന്ന് കേൾക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അറിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും കുറവ് കൊണ്ട് അബദ്ധങ്ങൾ വന്നിട്ടുമുണ്ട്. അല്ലാഹു തആല പുറത്തു തരട്ടെ, ആമീൻ. എന്നാലും ചരിത്രത്തിൻ്റെ ഭാഗമാണിത്. നിരവധി ഹാജിമാർക്ക് വല്ലാത്ത പ്രയോജനം നൽകിയ 10,000-കണക്കിന് ഹാജിമാർ കേൾക്കുകയും പല പഠിക്കുകയും ചെയ്ത ഈ ഹജ്ജ് പഠന സഞ്ചാരം പലരും ഇപ്പോഴും തിടുക്കത്തോടെ ആവശ്യപ്പെടാറുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ചില ഹാജിമാർ ഇപ്പോഴും ആവശ്യം തുടരുന്നത് കൊണ്ട് 99 ഈ പ്രസംഗ കാസറ്റ് ആധുനിക സംവിധാനത്തോടുകൂടി ദൃശ്യാവിഷ്കാരം നൽകി പുനഃപ്രകാശനം ചെയ്യുകയാണിവിടെ. ചില അബദ്ധങ്ങളെല്ലാം ഉള്ളത് തിരുത്തി മനസ്സിലാക്കാൻ കഴിയണം. ഉദാഹരണം, മദ്രാസ്, ബോംബെ എയർപോർട്ടുകളിൽ നിന്നൊക്കെ ആയിരുന്നു കൂടുതലും അന്നത്തെ യാത്ര. കോഴിക്കോട് നിന്ന് നേരിട്ട് ജിദ്ദയിലേക്ക് പോകുന്ന സംവിധാനമാണ് ഇന്ന് കൂടുതലും.
അവിടെയൊക്കെ സ്വാഭാവികമായും 25 കൊല്ലം മുമ്പത്തെ പ്രഭാഷണത്തിലെ പ്രായോഗികതയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധ ഹറമൈനി ഷരീഫൈൻ അവിടെ എത്തിച്ചേർന്നാലും ഈ പ്രസംഗത്തിൽ പറയുന്നതല്ല പലപ്പോഴും അവിടെ കാണുക. മതാഫും സംസമും ഹറമും മീഖാത്തും എല്ലാം സൗകര്യ സംവിധാനങ്ങളുടെ ഭാഗമായി വിവിധ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാലും 25 കൊല്ലം മുൻപ് നടത്തിയ ഈ പ്രസംഗത്തിന്റെ പ്രസക്തിയും അനിവാര്യതയും ശ്രദ്ധേയമാണ്. മുൻപ് 10,000-കണക്കിന് വിശ്വാസികൾക്ക് ഇത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നൽകിയ മഹത്തായ അനുഗ്രഹത്തെ അനുസ്മരിച്ചു പോവുകയാണ്. ഈ അടുത്ത് ശുഹദാ ബദർ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം വീണ്ടും പലപ്പോഴും ഉണ്ടായപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. കേരളത്തിലുള്ള സത്യവിശ്വാസികളായ നിരവധി ആളുകളെ, ഏറ്റവും കൂടുതൽ പേരെ സംവിധാനമൊരുക്കി ബദർ ശുഹദാഇന്റെ മുൻപിൽ സലാം പറയുന്ന അവസ്ഥയ്ക്ക് കാരണക്കാരനാകാൻ ഈ വിനീതന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകളെ പരിശുദ്ധ കഅബ ഷരീഫ് കാണിച്ച് ദുആ പഠിപ്പിക്കാനും പരിശീലനം നൽകാനും മദീന പുണ്യഭൂമിയിൽ കൊണ്ടുപോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയാറത്തിന് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകാനും അല്ലാഹു തആല ഈ വിനീതന് സുദീർഘമായ 14 വർഷക്കാലം തൗഫീഖ് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അത് പ്രയോജനമുള്ള അമലായി, സ്വീകാര്യമുള്ള അമലായി പൊരുത്തപ്പെടട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് പല കടപ്പാടുകളും സ്വാഭാവികമായും പലരോടുമുണ്ട്. ബഹുവന്യരായ കാന്തപുരം AP ഉസ്താദ് ഹജ്ജ് യാത്രയുമായും വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങൾ, സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. ആ കടപ്പാടുകൾ തീർച്ചയായും എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുമാണ്. അതുപോലെ ഹജ്ജ് സെല്ലിന്റെ അക്കാലത്തെ ചെയർമാനായിരുന്ന ബഹുവന്യരായ മർഹൂം അവേലത്ത് കുഞ്ഞുസീദിക്കോയ തങ്ങൾ, SYS ഹജ്ജ് സെല്ലിലെ സെക്രട്ടറി CM കുട്ടി മൗലവി മർഹൂം, അതുപോലെ നിരവധി ഉലമാ സാദാത്യങ്ങൾ ആ കാലഘട്ടത്തിലുള്ള ഹജ്ജ് സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. ഈ വിനീതന് അവർക്കൊക്കെ ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യമാണ് ഉണ്ടായത് ദീർഘകാലം. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹു തആല അതെല്ലാം സ്വീകരിച്ച് പൊരുത്തപ്പെടട്ടെ. ആമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കുള്ള ആ യാത്രയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മലയാള ഭാഷയിലെ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥരചനക്കുമെല്ലാം അവസരമുണ്ടായതിൻ്റെ ബറക്കാത്തുകൾ, അതിൻ്റെ ആത്മീയ സൗഭാഗ്യങ്ങൾ പല രീതിയിലും അല്ലാഹു തആല ഈ വിനീതന് കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കുകയും നിലനിർത്തി തരികയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഹജ്ജുമായി ആധുനിക കാലഘട്ടത്തിൽ ബന്ധപ്പെടുന്നവർ പരമാവധി പഠിക്കാൻ ശ്രമിക്കണം. ആത്മീയമായ ഈ ഒരു പുണ്യകർമ്മം നിർവഹിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അത് അല്ലാഹു തആല പൊരുത്തപ്പെട്ട് സ്വീകരിക്കുന്ന പരുവത്തിലായിത്തീരാൻ ആവശ്യമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം. ഇന്നും വിവിധ സംഘടനാ സംവിധാനങ്ങളിലൂടെ അത്തരം പഠനങ്ങളും സേവനങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. എന്നാലും 1/4 നൂറ്റാണ്ട് മുമ്പ് നടത്തിയ ഈ ഹജ്ജ് പ്രഭാഷണം ചരിത്രത്തിന്റെ ഭാഗമാണെന്നതുപോലെ ഓർമ്മകളുടെ സ്മൃതിപഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന 10,000-കണക്കിന് ഹാജിമാർ 100-കണക്കിന് പ്രാവശ്യം ആവർത്തിച്ചു കേട്ട ഈ ഹജ്ജ് പഠന ക്ലാസ് വീണ്ടും പുനഃപ്രകാശിപ്പിക്കുകയാണ്. അത്തരം ഹാജിമാരിൽ വലിയൊരു ശതമാനം അള്ളാഹുവിലേക്ക് യാത്ര പോയവരാണ്, വിയോഗമടഞ്ഞവരാണ്.
സഹായിച്ചവർ, ബന്ധപ്പെട്ടവർ, നേതാക്കന്മാർ, അവരുടെ എല്ലാവരുടെയും പരലോക പദവികളെ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ. നമ്മയും അല്ലാഹു അവൻ സ്വീകരിക്കുന്ന അടിയാറുകളിൽ അവൻ പൊരുത്തപ്പെട്ട് അംഗീകരിച്ചു സ്വീകരിക്കട്ടെ. നമ്മുടെ ആദരണീയരായ ഗുരുവര്യരുടെ ഉപദേശ നിർദ്ദേശങ്ങളിൽ സ്വീകരിച്ച് ജീവിച്ച് അനുവർത്തിച്ച് പൊരുത്തപ്പെടുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഏകദേശം 8 പാർട്ടുകളിലായാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് ദൃശ്യാവിഷ്കാരം നൽകി പുതിയ രൂപത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക. കുറവുകളും കുറ്റങ്ങളുമെല്ലാം അല്ലാഹു തആല പുറത്തു തരട്ടെ. ആമീൻ എന്ന് വീണ്ടും ദുആ ചെയ്ത് ഈ അനുഗ്രഹത്തിന്റെ മുൻപിൽ അല്ലാഹുവിനെ 1000 തവണ വാഴ്ത്തി പ്രകീർത്തിച്ചു ഈ പുതിയ ആവിഷ്കാരം ഹജ്ജ് ഉംറ പഠന ക്ലാസ് നിങ്ങൾക്കായി വിനീതമായി സമർപ്പിക്കുന്നു. ഹാജിമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ക്ലാസുകളും വഅളുകളും ശ്രദ്ധിക്കുന്നത് പോലെയല്ല, വളരെ താല്പര്യത്തോടെ ഓരോ അക്ഷരവും കാതോർത്ത് സൂക്ഷിക്കുന്ന ഒരവസ്ഥയാണിത്. കാരണം കടന്നു വരാൻ പോകുന്ന ദിവസങ്ങളിൽ നേരിടുന്ന കടമ്പകളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഗൗരവത്തോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇൻഷാ അല്ലാഹ് അത്തരം ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ദീനിയായ ചിട്ടകളെക്കുറിച്ച്, അമലിന്റെ രൂപങ്ങളെക്കുറിച്ച്, ഇബാദത്തിന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുമെന്നാണ് നാം ആശിക്കുന്നത്. റഹ്മുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറത്തുകൾ ഉചിതമായി നിർവഹിക്കാൻ, മബ്റൂറും മഖ്ബൂലുമായി പൂർത്തിയാക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സ്നേഹിതരെ, ജീവിതത്തിലെ വലിയൊരു അഭിലാഷത്തിന്റെ മുൻപിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. ആ അഭിലാഷത്തിന്റെ സാക്ഷാത്കാരം ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യമാണ്. അതിലേക്കുള്ള ഓരോ കാൽവെപ്പുകളും തുടങ്ങിയ സ്ഥിതിക്ക് ഈ പ്രസംഗം കേൾക്കുന്നത് മുതൽ ഓരോ ചലനങ്ങളും ഏറ്റവും വിശുദ്ധമായ ഹജ്ജ് കാര്യത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് യാത്രയിൽ മുഴുകിയവരെ പോലെ അല്ലാഹു തആല പ്രതിഫലം തരുന്ന ഒരു കാര്യമാണ്. ആ വഴിക്ക് നിങ്ങളുടെ ഇഖ്ലാസും നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയും ശരിപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിലേക്ക്, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്കുള്ള പുറപ്പാട് ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല അത് നമുക്ക് സഫലമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മറ്റാമുഖങ്ങളൊന്നും ആവശ്യമില്ല, ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും പറയാനുള്ളത്, ഇത് മതപണ്ഡിതന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഗഹനമായ ഒരു പഠനമല്ല. പണ്ഡിതന്മാരായ ആളുകൾക്ക് നിരവധി കിതാബുകളിൽ ഹജ്ജിനെ കുറിച്ച് വന്ന പ്രതിപാദനങ്ങളെ എല്ലാ അർത്ഥത്തിലും പഠിക്കാനും വായിക്കാനും സന്ദർഭങ്ങളുണ്ട്. സാധാരണക്കാരായ ഹാജിമാർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ ഹജ്ജുമായി, സിയാറത്തുമായി, ഉംറയുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചുള്ള ഒരു പ്രായോഗിക വിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മതപണ്ഡിതന്മാരായ സുഹൃത്തുക്കൾ കിതാബുകൾ നോക്കി അഭിപ്രായങ്ങൾ സഹീഹായതും അസഹായതും മഷ്ഹൂറായതും ലഈഫായതും ഒക്കെ ഇനം തിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. ക്കാരോട് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഒരു മുസ്ലിമിന് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഹജ്ജ് ഉംറയുടെ കർമ്മങ്ങളെ കുറിച്ചുള്ള വിശകലനമാണ്. ബഹുമാനപ്പെട്ട ഇമാം മുഹീദ്ദീൻ നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ കിതാബുൽ ഈളാഹ് ഹജ്ജിനെ കുറിച്ച് ലോകവ്യാപകമായ കിതാബാണ്. സർവസമ്മതമായ ഗ്രന്ഥമാണ്. എല്ലാ മദ്ഹബുകാരും എല്ലാ ലോക മുസ്ലിമീങ്ങളും ഇമാം നവവിയുടെ ഈ കിതാബ് അവലംബിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു വരുന്നത് എന്നതാണ് സത്യം. അതുകൊണ്ട് എന്റെ പ്രസംഗത്തിലെ മസ്അലകൾക്ക് ഞാൻ അവലംബിക്കുന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഈളാഹ് ആയിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ സന്ദർഭത്തിലും അതിന്റെ കിതാബിന്റെ പേരും പേജും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത്, പഠിക്കൽ ഫർള് ഐനാണ്. ഹജ്ജിനെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിരിക്കുക തന്നെ വേണം. ഒരു അമല് ചെയ്യാൻ ഉദ്ദേശിച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ വിവരമില്ലാത്തതിന്റെ പേരിൽ അബദ്ധം വന്ന് ബാത്തുലായാൽ കുറ്റക്കാരായിത്തീരുന്നതാണ്. ഏതൊരു കാര്യവും ഇസ്ലാമിൽ അങ്ങനെയാണ്. വിവാഹം, ദാമ്പത്യ ജീവിതം, അതിനെക്കുറിച്ച് എല്ലാവരും പഠിക്കൽ ഫർളല്ല.
മറിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതത്തെക്കുറിച്ച് പഠിക്കൽ ഫർള് ഐനാണ്. ഓരോരുത്തർക്കും വൈയക്തികമായി ബാധ്യതപ്പെട്ട കാര്യമാണ്. എങ്കിൽ ഞാൻ മക്കയിൽ പോയി എല്ലാവരും ചെയ്യുന്നത് പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാം എന്ന കണക്ക് കൂട്ടലുകൾ പറ്റില്ല സുഹൃത്തുക്കളെ. അള്ളാഹു ഫർളാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല് അതിന്റെ നിയമങ്ങളെ പാലിച്ച് മുറ പോലെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങൾ ഏതെങ്കിലും ഉസ്താദുമാരോടുള്ള ഉപദേശം വഴി, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലാസുകളെ അവലംബിച്ച്, അല്ലെങ്കിൽ ക്ലാസുകളിൽ നിന്ന് ലഭിക്കുന്ന കാസറ്റുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ ആധുനിക സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും കേട്ട് പഠിച്ച് ഹജ്ജ് യാത്രയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്കുണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴിതാ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഹജ്ജിനെ സംബന്ധിച്ചുള്ള ചിന്ത അവരെ വേവലാതിയിലും വിഷമത്തിലുമാക്കുകയാണ്. കാരണം ഓരോരുത്തരും പറഞ്ഞു ഭീതിപ്പെടുത്തുകയാണ് മിനയിലെ കല്ലേറിന്റെ സ്ഥലത്തുള്ള തിരക്കുകളെക്കുറിച്ച്, വിമാനത്തിൽ കയറുന്ന പ്രയാസത്തെക്കുറിച്ച്. ഇതുപോലുള്ള ഓരോന്നും പറഞ്ഞ് ഞെട്ടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വളരെ ലളിതമാണ് ഈ കാലഘട്ടത്തിൽ ഹജ്ജ് യാത്ര. പഴയ കാലത്തെ പോലെ നിർണായകമായി പ്രതിസന്ധികൾ നിറഞ്ഞ് കപ്പലിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടു പോകുന്ന യാത്രയൊന്നുമല്ല. ഇന്ന് സംവിധാനങ്ങളും സൗകര്യങ്ങളും വർദ്ധിച്ച കാലഘട്ടമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാ രംഗത്തും സമാധാനവും സുരക്ഷയും നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഒരു ഭയവും ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് വളരെ സുഖകരമായി നിർവഹിക്കാവുന്ന ലളിതമായ ചടങ്ങാണ്. ഇന്ന് തന്നെ ഹജ്ജ് ക്ലാസ്സിന് പുറപ്പെടുമ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചത്, ഉസ്താദെ, ഹജ്ജിനെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ കുറെ വായിച്ചു, അതിലുള്ള ദിക്റും ദുആഉം ഒന്നും നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല. നോക്കി ഓതാനും നോക്കാതെ ഓതാനും അറിയില്ല. അത്രയും വിവരം കുറഞ്ഞ ആളാണ് ഞാൻ. എങ്ങനെയാണ് ഞാൻ ഹജ്ജിന്റെ അമലുകളൊക്കെ പൂർത്തിയാക്കുക? അത്തരക്കാരോട് ആമുഖമായി സന്തോഷം പറയട്ടെ, യഥാർത്ഥത്തിൽ ദിക്റുകളും ദുആഉകളും ഒക്കെ നിർവഹിക്കേണ്ടതാണ് എന്ന് കരുതി ഹജ്ജ് യാത്രയിൽ വീട്ടിൽ നിന്നിറങ്ങി ഹജ്ജ് യാത്രയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കി തിരിച്ചെത്തുന്നത് വരെ ചൊല്ലൽ നിർബന്ധമായ ഒരൊറ്റ ദിക്റും ഇല്ല. ഒരു ദിക്റും ചെല്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്ത് അതിന്റെ ഫർളുകളും ഷർത്തുകളും മര്യാദകളും പാലിച്ചാൽ യാതൊരു ഭംഗവും വരികയില്ല. എന്ന് വെച്ചാൽ ദിക്റുകൾ ഓതാൻ അറിയില്ല എന്ന് പേടിച്ചുകൊണ്ട് ആശങ്കാകുലരാകേണ്ട ആവശ്യമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ തിരക്ക്, ഇതിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. തിരക്കില്ലാത്ത സന്ദർഭങ്ങളെ നോക്കി അനുയോജ്യമായ അമലുകളെ അവരവരുടെ അവസ്ഥക്കനുസരിച്ച് തെരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് അത്തരം ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തിരക്കോ അറിവില്ലായ്മയോ പ്രശ്നമാക്കേണ്ടതില്ല സുഹൃത്തുക്കളെ. നമ്മുടെ മനസ്സാണ് ഹജ്ജ് യാത്രയിൽ ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിരുന്നുകാരായി നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം അല്ലാഹു തആല നിർദ്ദേശിച്ചതുപോലെ പൂർത്തിയാക്കി. അവരതിനുശേഷം അല്ലാഹുവോട് ദുആ ചെയ്തു. പരിശുദ്ധ ഖുർആൻ ആ കാര്യമെല്ലാം പറയുന്നുണ്ട്. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ അറിയിച്ചു, ലോക ജനതയെ ആകമാനം ഈ പരിശുദ്ധ ഭവനത്തിങ്കലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ലോക ജനതയെ മുഴുവൻ പരിശുദ്ധ മക്ക ഭവനത്തിങ്കലേക്ക് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബി ലോക ജനതയെ ആകമാനം നിങ്ങൾ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വിളിക്കുക. ആ കൂട്ടത്തിൽ ഖുർആൻ പറയുന്നു, യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിന്റെ നിരവധി മുക്ക് മൂലകളിൽ നിന്ന്, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ കഅബ ഭവനത്തിന്റെ പരിസരത്തേക്ക് ആളുകൾ എത്തിച്ചേരുന്നതാണ്. കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ. വിളിക്കുന്ന, ക്ഷണിക്കുന്ന അള്ളാഹുവിന്റെ പുണ്യാത്മാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ വിളിക്കുക, അവര് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ഇവിടെ യഅതൂക എന്ന് ഇബ്രാഹിം നബിയെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ആ പുണ്യഭൂമികളിൽ ഈ കണ്ട മഹാത്മാക്കളുടെ മുഴുവൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉൾപ്പെടെ, ആദം നബി അലൈഹിസ്സലാം ഉൾപ്പെടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉൾപ്പെടെ എല്ലാ പ്രവാചകന്മാരുടെയും ആത്മീയ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം.
കാരണം ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിക്കുക, നിങ്ങൾ വിളിച്ച് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നല്ല പറഞ്ഞത്. തൂക്ക, നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ വചനം അവതരിക്കുന്ന സമയത്തും അതിന്റെ എത്രയോ മുൻപ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇഹലോകവാസം വെടിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും ഖുർആൻ പറഞ്ഞത് തൂക്ക റിജാലൻ, നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതാണ് ഇബ്രാഹിം നബി. ഇതാണ് ഇബ്രാഹിം നബിയുടെ സാന്നിധ്യം. ഹബീബായ അഷ്റഫുൽ ഖൽഖി മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം ആത്മീയ സാന്നിധ്യം ആ പരിശുദ്ധ ഭൂമികളിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, ഇവിടെ വെച്ച് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, ഹബീബായ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്ലാമിന്റെ പരിപൂർത്തീകരണത്തിന്റെ വസന്തോത്സവമായിരുന്ന ഹജ്ജത്തുൽ വിദാ സന്ദർഭത്തിൽ 1,24,000 വരുന്ന അനുയായികൾ, മറ്റൊരഭിപ്രായത്തിൽ 1,44,000 വരുന്ന സ്വഹാബാക്കൾ, അവരുടെ മുമ്പിൽ പരിശുദ്ധ അറഫായിൽ നടത്തിയ അവസാനത്തെ പ്രസംഗം നാം അത്തരം മരുഭൂമിയിൽ, അത്തരം പുണ്യദേശങ്ങളിൽ ചെന്നെത്തുമ്പോൾ അവരുടെ ഓർമ്മ, ആ സദസ്സിനെ കുറിച്ച്, ആ നേതാവിനെ കുറിച്ചുള്ള അനുസ്മരണം നിങ്ങൾ ആലോചിച്ചു നോക്കുക. കോടിക്കണക്കായ മലായിക്കത്തിന്റെ സാന്നിധ്യം, അംബിയാ മുർസലുകൾ മുഴുവൻ അവിടെ ചെന്ന് വന്ന് എത്തിയിട്ടുണ്ട്, അമലുകൾ നിർവഹിച്ചിട്ടുണ്ട്. ഈ ഓർമ്മയെല്ലാം വെച്ച് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, അല്ലാഹുവേ നിന്റെ മഹാന്മാർ നടന്ന വഴി ഞാനും ഇതാ നടന്നു വരുന്നു, എന്നെ നീ സ്വീകരിക്കണമേ എന്ന ഒരു മനസ്സാക്ഷി, ഇതാണ് നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടാകേണ്ടത്. പശ്ചാത്താപം എല്ലാം പൂർത്തിയാക്കി അള്ളാഹുവിലേക്കുള്ള ഒരു സമർപ്പണ യാത്രയാണ് ഇൻഷാ അള്ളാഹ്. ഈ പ്രസംഗം കേൾക്കുന്നതോടെ നിങ്ങളുടെ മനസ്സ് മാറ്റുക. വിവരമല്ല പ്രശ്നം. ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിക്കാൻ പരിശുദ്ധ മക്കയിലെത്തിയതാണ്. കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ഒരു വിവരവും ഇല്ലാത്ത ഒരു സാധുവായ മനുഷ്യൻ, ഇസ്ലാമിനെ കുറിച്ച് കേട്ടറിഞ്ഞ വിവരമേ അദ്ദേഹത്തിനുള്ളൂ. ഗ്രാമീണനായ, അപരിഷ്കൃതനായ, അറാബിയായ ഒരാളാണ്. അദ്ദേഹം കേട്ടു അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കത്തേക്ക് വരുന്നുണ്ട്. ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം അംഗീകരിച്ച അറാബിയായ ആ സഹാബി പരിശുദ്ധ മക്കയിൽ എത്തിച്ചേർന്നു. നിങ്ങൾ ആലോചിക്കണം, വിവരമില്ലാത്തവർ വിഷമിക്കരുത്, അള്ളാഹു തആല എല്ലാവരെയും സ്വീകരിക്കും. ഈ സാധുവായ ഗ്രാമീണനായ അറേബ്യയിലെ സാധുവായ മനുഷ്യൻ മക്കാ ഭൂമിയിലെത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ പരിസരബോധം മറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൗകര്യം പോലെ കാണാമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആയിരക്കണക്കായ ആളുകൾ തവാഫ് ചെയ്യുന്ന കൂട്ടത്തിൽ ലയിച്ചു. കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്യുന്ന അദ്ദേഹത്തിന് ദിക്ർ അറിഞ്ഞുകൂടാ, തവാഫിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദുആകളൊന്നും കൂടുതൽ അദ്ദേഹം കേട്ടിട്ടില്ല. അത്രയും വിവരമില്ലാത്ത ആ സാധു മനുഷ്യൻ പക്ഷേ കറുത്ത കില്ല പുതച്ചു കിടക്കുന്ന കഅബാ ഭവനം അള്ളാഹുവിന്റെ പരിശുദ്ധ വീടാണ്. അവൻ വിളിച്ചിട്ട് വന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മനുഷ്യ ജനതയെ അള്ളാഹു വിളിച്ചു. ആ കൂട്ടത്തിൽ ഞാനും ഇവിടെ എത്തി. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ മന്ത്രം ഒരൊറ്റ പദമായിരുന്നു, യാ കരീം, യാ കരീം, യാ കരീം. അത്യുധാരനായ പടച്ചവനെ, അത്യുധാരനായ റബ്ബേ, ഈ ഒരൊറ്റ ദിക്ർ മാത്രമേ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടൂ. കഅബ തവാഫ് ചെയ്യുമ്പോൾ യാ കരീം, യാ കരീം എന്ന് ചൊല്ലിക്കൊണ്ട് സാധുവായ മനുഷ്യൻ നബിയും സഹാബാക്കളും തവാഫ് ചെയ്യുന്ന തിരക്കിനിടയിൽ നടക്കുന്നു. പെട്ടെന്നാണ് അഖില ലോകത്തിന് നേതാവായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരനുയായി യാ കരീം, യാ കരീം എന്ന് ഹൃദയത്തോടുകൂടി, മനസ്സമർപ്പണത്തോടുകൂടി ചൊല്ലുന്ന അവസ്ഥ കാണുന്നത്. നബി അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നു. അദ്ദേഹം യാ കരീം എന്ന് മനസ്സ് പൊട്ടി പറയുമ്പോൾ ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി തങ്ങൾ ആമീൻ, ആമീൻ. ആ സാധു മനുഷ്യൻ ദുആ ചെയ്യുന്നതിന് ആമീൻ പറയുന്നത് ആരാണ്? സുഹൃത്തുക്കളെ, ഞാനിത് എന്തിനാണ് തുടക്കത്തിൽ പറയുന്നത്? ഇഖ്ലാസാണ് വലുത്, പശ്ചാത്താപമാണ് വലുത്. അള്ളാഹുവിലേക്കുള്ള സമർപ്പണമുണ്ടോ? ഇൻഷാ അള്ളാഹ് ആ കഅബ പരിസരത്ത് ചെന്ന് സ്വർഗം വാങ്ങാതെ, ദോഷം പൊറുപ്പിക്കാതെ, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. അള്ളാഹുവിന്റെ വിരുന്നുകാരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അറാബിയായ മനുഷ്യന്റെ യാ കരീം എന്ന ദുആക്ക് ആമീൻ പറഞ്ഞു. കുറെ നേരം അങ്ങനെ തുടർന്നു. പെട്ടെന്ന് അറാബി മനസ്സിൽ വിഷമിച്ചു. ആരാണാവോ എന്റെ പിറകിൽ നടന്നുകൊണ്ട് ആമീൻ എന്ന് പറയുന്നത്? അദ്ദേഹം എന്നെ പരിഹസിക്കുകയാണോ എന്ന ഒരു സംശയം അദ്ദേഹത്തിനുണ്ടായി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. എനിക്ക് യാ കരീം എന്ന് മാത്രമേ അറിഞ്ഞുകൂടൂ,
അത് പറയുന്നത് കൊണ്ടാണോ എന്റെ പിറകിൽ നിന്നൊരാള് ആമീൻ പറയുന്നത്? തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന മുഖം ലോകത്തിന്റെ നായകനായ പ്രഭാദീപമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. യഥാർത്ഥത്തിൽ നേരിട്ട് അദ്ദേഹം പരിചയപ്പെട്ട് ബന്ധപ്പെട്ടിട്ടില്ല. മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏ മനുഷ്യ, ലൗലാ ത്വലാവത്തു വജ്ഹിക വതലിഅതിക ലശകൗതുക ഇലാ ഹബീബി മുഹമ്മദിൻ. ഓ മാന്യ സ്നേഹിത, നിങ്ങളുടെ മുഖത്തിന്റെ പ്രസന്നതയും പ്രഭാവവും തുടികൊള്ളുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നിങ്ങളെന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഈ യാ കരീം എന്ന ദുആക്ക് ആമീൻ പറയുന്നതിനെ പറ്റി എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ആവലാതിപ്പെടുമായിരുന്നു. മനുഷ്യ, അത്തസ്തഹ്സിഉ ബി, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്നാണ് ആ അറാബിയായ മനുഷ്യൻ. സത്യത്തിൽ ആളറിയാതെ റസൂലുള്ളാഹിയെ തിരിച്ചറിയാതെ, എന്നാലും അവിടുത്തെ വ്യക്തിത്വത്തിന്റെ മുഖഭാവത്തിന് അഭൗമമായ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ പെട്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു ചോദിച്ചു, അതഅരിഫു ഹബീബക യാ അഖൽ അറബ്. സ്നേഹിത, നിന്റെ നേതാവ് മുഹമ്മദ് നബിയോട് നിനക്ക് ആവലാതി പറയാൻ നിനക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടോ? ഉടനെ തന്നെ അറാബി പറഞ്ഞു, മനുഷ്യ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ലെങ്കിലും ഈ കഅബാ ഭവനത്തിന്റെ നാഥൻ നിശ്ചയം എന്റെ ഹബീബിനെ അറിയുന്നവനാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം ഇല്ലെങ്കിലും ഇഖ്ലാസ് ഉണ്ട്, ഈമാനുണ്ട്, സമർപ്പണമുണ്ട്. ആ സ്വഹാബിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട്, സഹോദരാ, നിങ്ങളുടെ ദുആഇന് അല്ലാഹുവിന്റെ മലായികത്ത് ആമീൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടി ആമീൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട്, വിവരമല്ല വിഷയം, ഇഖ്ലാസാണ്, അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്. സുഹൃത്തുക്കളെ, ഇതൊരു തമാശക്ക് വേണ്ടിയല്ല പറയുന്നത്. അല്ലാഹുവിലേക്കുള്ള യാത്ര. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഞാൻ അല്ലാഹുവിലേക്ക് ഇതാ യാത്ര പുറപ്പെടുകയാണ്. ശരിയാണ് മക്കളെ, നാം അല്ലാഹുവിലേക്ക്, അവന്റെ പരിശുദ്ധ കഅബ പരിസരത്തേക്ക്, ഹബീബായ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു എല്ലാം നമുക്ക് റാഹത്താക്കി തരട്ടെ. അതുകൊണ്ട് ഈ ഒരു ലക്ഷ്യം ശരിയാക്കി, ഖൽബ് വൃത്തിയാക്കി, ഈ വിഷയങ്ങളെ കുറിച്ച് കേട്ടാൽ അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കാതിരിക്കില്ല. അതുകൊണ്ട് നല്ല ബോധത്തോടുകൂടി, ഇതൊരു പഠനമാണ്, ഇതൊരു ക്ലാസ് ആണ്. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ദിക്റും ദുആഉം മര്യാദകളുമെല്ലാം അതത് സന്ദർഭത്തിലുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു തവണയോ 10 തവണയോ കേട്ടാൽ പഠിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് കിതാബുകൾ ഇന്ന് ധാരാളമുണ്ട്, പുസ്തകങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. ഹജ്ജിനെ സംബന്ധിച്ച് നമ്മെ ഇബാദത്ത് ശരിയാക്കി തരാൻ പറ്റുന്ന യഥാർത്ഥ ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അത് ഇന്നു മുതൽ വാങ്ങണം, വായിക്കണം, പഠിക്കണം, നന്നായി പഠിക്കണം. ഇന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, കക്ഷിഭേദമന്യേ പറയുകയാണെങ്കിൽ മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ഹാജിമാർക്കുള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും വ്യവസ്ഥാപിതമായ ഗ്രന്ഥമാണ് ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയ അൽ ഹജ്ജ് എന്ന പ്രൗഢമായ ഗ്രന്ഥം. മലയാളത്തിലാണ്. എല്ലാ ദിക്റുകളും ദുആകളും ഇവിടെ SYS അവതരിപ്പിക്കുന്ന പുസ്തകമായത് കൊണ്ടല്ല, AP ഉസ്താദിന്റെ ആ പുസ്തകത്തോളം വിശാലമായ ദിക്റ് ദുആകൾ മര്യാദപൂർവ്വം വിസ്തരിച്ചു പറഞ്ഞ, മലയാളികൾക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിലും ലിപിയിലും എഴുതി തയ്യാറാക്കിയ, സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം വേറെയില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സിനൊപ്പം നിങ്ങൾ ആ പുസ്തകവും വാങ്ങുക. ഇനി കൂട്ടത്തിൽ ഒരു കാര്യവും ഞാൻ പറയുന്നു, ഈ പ്രസംഗം ഇനിയും കേൾക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രസംഗത്തോടൊപ്പം ആ പുസ്തകവും മറിച്ചു വെക്കുക. ദുആകളും മറ്റും കാണാതെ പഠിക്കാൻ സാധിക്കുകയില്ലെങ്കിലും കുറെ പ്രാവശ്യം കേട്ടും വായിച്ചും ശീലിച്ചാൽ മക്കയിലും അറഫയിലും തവാഫിലും ഒക്കെ തിരക്കുള്ള സന്ദർഭത്തിൽ കിതാബിലേക്ക് നോക്കുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു പരിശീലന ക്ലാസ് ആണ്, ഇതൊരു ട്രെയിനിങ് ആണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഇത് കബൂൽ ചെയ്യട്ടെ. കാര്യമായും ഞാൻ ഈ പ്രസംഗത്തെ, ഈ ക്ലാസിനെ സംയോജിപ്പിച്ചിരിക്കുന്നത് 9 വിഷയക്രമങ്ങളായാണ്, അധ്യായങ്ങളാണ്. ഒന്നാമതായി ഹജ്ജിന്റെ ഫളായിലുകൾ, പരിശുദ്ധ ഖുർആനും സുന്നത്തും വിവരിക്കുന്ന ഹജ്ജ് ഉംറ സിയാറത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയണം. രണ്ടാമത്തെ അധ്യായം ആർക്കാണ് നിർബന്ധമാവുക, നിർബന്ധമായാൽ എപ്പോഴാണ് നിർവഹിക്കേണ്ടത്. മൂന്നാമത്തെ വിഷയം യാത്രയുടെ ഒരുക്കങ്ങൾ. ഇതൊക്കെ ഇസ്ലാമിൽ മര്യാദയുണ്ട്.
ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ ഇറങ്ങി പുറപ്പെടുന്നത് പോലെ പോയാൽ പോരാ. ഇതെല്ലാം വളരെ അതബോടുകൂടി അള്ളാഹുവിൽ നിന്ന് എല്ലാം നേടിയെടുക്കാനുള്ള യാത്രയാണ്. അതിന്റെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും എങ്ങനെയായിരിക്കണം? 4-ാമത്തെ അധ്യായത്തിൽ ഇൻഷാ അള്ളാഹ് ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാം, അതുപോലെ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാം. ഇഹ്റാം എന്താണ്, അതിന്റെ മര്യാദകൾ എന്താണ്, നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഹ്റാമിൽ, ഇൻഷാ അല്ലാഹ് സവിസ്തരം നാം പറയുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ മക്കയിലേക്ക് നാം എത്തിച്ചേർന്നാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെ പറ്റി, മക്ക ഷരീഫിന്റെ ചരിത്രം, മദീന മുനവ്വറയുടെ ചരിത്രം. പക്ഷേ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, വിശാലമായി പറയാൻ നമുക്ക് കഴിയില്ല. മക്ക രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ വിവരമെങ്കിലും പറയണമെന്നാണ് ഉദ്ദേശം. സമയം പോലെ നമുക്ക് പറയാം. 6-ാമത്തത് ഉംറ. ഇതൊരു സംഗതിയായി, ഒരു സ്വതന്ത്രമായി പറയാൻ ഉദ്ദേശിക്കുന്നു. ഉംറയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? വളരെ ലളിതമാണ് സത്യത്തിൽ. ഇതൊന്നും പഠിക്കാത്തത് കൊണ്ട് കുറെ ആളുകൾക്ക് അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉംറയെ കുറിച്ച് മാത്രം സ്വതന്ത്രമായ ഒരു പഠനം നമ്മുടെ ഈ ക്ലാസ്സിൽ പരാമർശിക്കും. 7-ാമത് ഒറ്റ നോട്ടത്തിൽ ഹജ്ജിന്റെ വിവരങ്ങൾ. എവിടെ പോകണം, ഓരോ തീയതിയിലും എന്തൊക്കെ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ നിർവഹിക്കണം, ഇൻഷാ അള്ളാഹ് നമുക്ക് പറയണം. പിന്നെ 8-ാമത്തെ അധ്യായത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ സാക്ഷാത്കാരമായ മദീനയിലേക്കുള്ള യാത്ര, ഹബീബായ കാരുണ്യത്തിന്റെ കടലായ നമ്മുടെ കരളിന്റെ കരളായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് പറയുമ്പോഴേക്ക് വികാരം തുടികൊള്ളുകയാണ്. ഏതൊരു മുഅ്മിനും കരയാതിരിക്കുമോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇൻഷാ അല്ലാഹ് മദീന ഷരീഫിലെ അൽ ഖുബ്ബത്തുൽ ഖദറാ, മനോഹരമായ ആ പച്ച കുബ്ബയുടെ താഴെ അഖില ലോകത്തിന്റെ നായകൻ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വിശ്രമിക്കുകയാണ്. അവിടെ ചെന്ന് മതി വരുവോളം സ്വലാത്ത് സ്വലാമു ചൊല്ലി ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യവും സ്നേഹവും നമുക്ക് ആർജിക്കണം. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അത്യാവശ്യം നേരിടാനുണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടിയും അനുബന്ധ കാര്യങ്ങളുമൊക്കെയായി നമുക്ക് പറയാം. അതുകൊണ്ട് ക്രമം പോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന രൂപത്തിലാണ് ക്ലാസ്. ഇത് ക്രമം പോലെ തന്നെയാണ് നിങ്ങൾ ഇനി വല്ലപ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ കേൾക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.